നമസ്കാരം. മിസ്റ്റർ ഡൊണാൾഡ് ജെ ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പോൾ മുതൽ തന്നെ, അതിനു മുമ്പ് ഏതാണ്ട് തുടങ്ങിയതാണ് എങ്കിൽ പോലും, ആ 2025 ജനുവരി 20 മുതൽ കേൾക്കുന്ന ഒന്നാണ്: ട്രംപ് ഇന്ത്യക്ക് എതിരാണ്, റഷ്യക്ക് എതിരാണ്, മുസ്ലിംസിന് എതിരാണ്, ക്രിസ്ത്യൻ വർഗീയവാദിയാണ്, ഇറാന് എതിരാണ്, പനാമയ്ക്ക് എതിരാണ്, ഉക്രൈന് എതിരാണ്, ഖത്തറിന് എതിരാണ്, കുടിയേറ്റക്കാർക്കെതിരാണ്. എന്നാൽ ഇതിൽ ഏത് കാര്യമായിരിക്കും ശരിയായിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ശരിയാണ്, ട്രംപ് എതിരാണ്. എന്നാൽ അത് വളർന്നു വരുന്ന ആഗോള ഭീകരതയ്ക്ക് എതിരായിട്ട് മാത്രമാണ്. അല്ലാതെ രാഷ്ട്രീയക്കാരോ മത ചിന്തകന്മാരോ ഒക്കെ പറയുന്നത് പോലെ ട്രംപ് ഒരിക്കലും ഒരു മനുഷ്യനും എതിരല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആഗോള ഭീകരത എന്നാൽ ലോകത്തെ മുഴുവൻ പിന്നോട്ട് നയിക്കാനും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പുരോഗതി തടയാനും വേണ്ടിയിട്ടുള്ളതാണ്. ആ ഭീകരതയെ എതിർത്ത് തോൽപ്പിച്ചെങ്കിൽ മാത്രമേ മനുഷ്യകുലത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെ രാജ്യങ്ങൾ ആഗോള ഭീകരതയെ അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ രാജ്യങ്ങൾക്കൊക്കെ എതിരാണ് മിസ്റ്റർ ട്രംപ്. അല്ലാതെ മാനുഷിക മൂല്യങ്ങൾക്കോ അതല്ലെങ്കിൽ പൗരന്മാരുടെ വിശ്വാസ സംഹിതകൾക്കോ പുരാതന സംസ്കാരങ്ങൾക്കോ എതിരാണ് താൻ എന്ന് മിസ്റ്റർ ട്രംപ് ഒരിടത്തും വിളിച്ചു പറഞ്ഞിട്ടില്ല. സ്വന്തമായി ഒരു സംരംഭം നടത്തി വിജയിപ്പിച്ച ആൾക്ക് ഒരു രാജ്യത്തെ നയിക്കുവാൻ എളുപ്പമാണ്. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി അതിൽ നിന്നും ലാഭമുണ്ടാക്കാനല്ല ട്രംപ് ശ്രമിക്കുന്നത്. പ്രത്യുത തൻ്റെ 25 ലക്ഷത്തോളം വരുന്ന രൂപ, അതായത് മാസശമ്പളമായി കിട്ടുന്ന രൂപ, പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനായി സംഭാവന ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ലോകത്തെ ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരമേരിക്കയ്ക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം ലോക ജനസംഖ്യയുടെ 17.5% വരുന്ന ആൾക്കാർ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. അമേരിക്കയിലാകട്ടെ ലോക ജനസംഖ്യയുടെ 4.2% ആൾക്കാർ മാത്രമാണ് താമസിക്കുന്നത്. ഈ ലോകത്തെ ബാക്കി വരുന്ന 95%ത്തെയും എതിര് നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് തനിയെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവർ പൊട്ടന്മാരാണ് എന്നല്ലാതെ എന്ത് പറയാൻ. ഇങ്ങനെ പൊട്ടത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ഇന്ത്യ എന്ന രാജ്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല. പിന്നെ എന്തിനാണ് ഇന്ത്യക്കാർക്ക് അമേരിക്കൻ പൗരത്വം? ഒരു ഇന്ത്യൻ പൗരൻ എന്നതിൽ അഭിമാനിക്കാൻ പഠിക്കണം. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഭരണാധികാരി നയം മാറ്റിയാൽ തകരുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് നാം മനസ്സിലാക്കണം. വേറെ ഒരു രാജ്യത്തിൻ്റെയും പടിവാതുക്കൽ പോയി സഹായം ചോദിച്ച് നിൽക്കേണ്ട അവസ്ഥ ഇന്ത്യക്കില്ല എന്നും ഇത്തരക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്.
അതിനുള്ള ഒരു ഉത്തമ തെളിവാണ് മിസ്റ്റർ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒന്നാമത്തെ ലൈനിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും ഒഴിവാക്കി ഒന്നാമതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് ഇരിപ്പിടം ലഭിച്ചത്. ഇത് തലേ ദിവസം പോയി ക്യൂ നിന്നിട്ട് വാതിൽ തുറന്നപ്പോൾ ഇടിച്ചു കയറിപ്പോയി ഇരുന്നതല്ല, മറിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുപോയി ഒന്നാം സ്ഥാനത്ത് ഇരുത്തിയതാണ്. ട്രംപ് ഇന്ത്യക്ക് നൽകുന്ന വിലയുടെ അടയാളമാണിത്. ആയതിനാൽ നാം നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുക, അല്ലാതെ മറ്റുള്ള രാജ്യങ്ങൾക്ക് നമ്മുടെ പുരോഗതിയെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. മത രാഷ്ട്രീയ ചിന്തകൾ വെടിഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി അധ്വാനിക്കുക. ജയ് ഹിന്ദ്.